നമസ്കാരം. നീല് മാർക്കിനൊപ്പം കൂടിയപ്പോൾ തോംസൺ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ തിരക്കി തുടങ്ങി. തോംസൺ കുടുംബത്തിന്റെ ബേസ് എന്ന് പറയുന്നത് മരുന്ന് വിതരണമാണ്. അവർക്ക് സ്വന്തമായ ഉൽപാദന ഫാക്ടറി പോലുമുണ്ട്. ആ ഫാക്ടറിയിൽ പുതിയ മരുന്നുകൾ ഉണ്ടാക്കാനും ഫോർമുലകൾ കണ്ടുപിടിക്കാനായി 10 മിടുക്കരായ ആൽക്കമിസ്റ്റുകളുണ്ട്. ആ 10 പേരാണ് തോംസൺ കുടുംബത്തിന്റെ കരുത്ത് പറയുന്നത്. ഏകദേശം 20ഓളം മരുന്നുകളാണ് തോംസൺ കുടുംബം മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. മാർക്കറ്റിലെ ആ മരുന്ന് ഉൽപാദന വിതരണ മേഖലയിലെ ലീഡർ തോംസൺ കുടുംബമാണെന്ന് പറയാം. ആ വിവരങ്ങളൊക്കെയാണ് നീലിൽ നിന്ന് മാർക്ക് അറിഞ്ഞത്. പിറ്റേന്ന് രാവിലെ മാർക്കും നീലും തോംസൺ കുടുംബത്തിന്റെ ബിസിനസ്സുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു അതിഥി വന്നത് മറ്റാരുമല്ല, ലോപ്പസ് കുടുംബത്തിലെ ഫെലിക്സാ വന്നത്. ഫെലിക്സ് മാർക്കിന്റെ വീടിന്റെ പൂമുഖത്തേക്ക് കടക്കുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. മാർക്കിനൊപ്പം സംസാരിച്ചുകൊണ്ട് ആ വെളുത്ത തലമുടിക്കാരൻ അവിടെ നിൽക്കുന്നതാണ് അയാൾ കണ്ടത്. ആ വെളുത്ത തലമുടിക്കാരനെ മാർക്ക് ഇടിച്ച് തറ പറ്റിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫെലിക്സ് അയാളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. തോംസൺ കുടുംബത്തിന്റെ ഷോൺ തോംസൺ നടത്തിയ പാർട്ടിയിലേക്ക് ഷോൺ തോംസന് ബോഡി ഗാർഡായി എത്തിയ വ്യക്തിയാണ് ആ വെളുത്ത തലമുടിക്കാരൻ. അയാളെ അവിടെ കണ്ടപ്പോൾ ഫെലിക്സ് അമ്പരപ്പോടെ മാർക്കിനോട് ചോദിക്കുകയാണ്, മാർക്ക് ഇയാളെന്താ ഇവിടെ? ഹേയ് ഫെലിക്സ്, ഇത് നീൽ ഇനി മുതൽ നമുക്കൊപ്പമാണ്. നീൽ ഇനി മുതൽ നമുക്കൊപ്പമാണെന്ന് മാർക്ക് പറയുമ്പോൾ ആ നമ്മളിൽ ഫെലിക്സും പെടുന്നുവെന്ന് ഒരു സൂചനയുണ്ട്. ഫെലിക്സുമായി കഴിഞ്ഞ ദിവസം ഷോൺ തോംസന്റെ പാർട്ടിക്കിടയിൽ സംസാരിക്കുമ്പോൾ മാർക്കിന് ഒരു കാര്യം ബോധ്യമായിട്ടുണ്ടായിരുന്നു. ഫെലിക്സ് ആള് നീറ്റാണ്. നേരെ വാ നേരെ പോ എന്നതാണ് ഫെലിക്സിന്റെ രീതി. അയാൾക്ക് വളഞ്ഞ വഴികളില്ലാത്ത ആളുകളെ പൊതുവേ മാർക്കിന് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മാർക്കിന് ഫെലിക്സിനോട് ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ഫെലിക്സിനെ കണ്ടപ്പോൾ മാർക്കിന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. മാർക്ക് ചിരിച്ചുകൊണ്ട് ഫെലിക്സിനോട് ചോദിച്ചു, അല്ല ഫെലിക്സ് എന്തിനാ വന്നത്? മാർക്ക്, ഒരു പ്രശ്നമുണ്ടേ. എന്താ ഫെലിക്സ് പ്രശ്നം? മാർക്ക്, തോംസൺ കുടുംബം ഞങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മിഡിൽ സിറ്റിയിലെ ഏറ്റവും റിച്ചസ്റ്റ് കുടുംബമാണല്ലോ ലോപ്പസ് കുടുംബം. ആ ലോപ്പസ് കുടുംബത്തിന് ഒത്തിരിയേറെ ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ബിസിനസ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് ലോപ്പസ് കുടുംബത്തിന് അനവധി കുടുംബങ്ങളുമായി കണക്ഷനുണ്ട്, അനവധി സ്ഥാപനങ്ങളുമായി കണക്ഷനുണ്ട്. ലോപ്പസ് കുടുംബവുമായി കണക്ഷനുള്ള കുടുംബങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ തോംസൺ കുടുംബത്തിന്റെ ആജ്ഞ കേട്ട് ശരിക്കും ഒരു വല്ലാത്ത വെട്ടിലായിരിക്കുകയാണ്. എത്രയോ കാലങ്ങളായി ലോപ്പസ് കുടുംബവുമായി ടൈപ്പുള്ള കുടുംബങ്ങൾ പോലും തോംസൺ കുടുംബത്തെ ധിക്കരിക്കാൻ പറ്റാതെ ലോപ്പസ് കുടുംബവുമായി കഴിഞ്ഞ ഏതാനും മണിക്കൂർ കൊണ്ട് അകന്നിരിക്കുകയാണ്. അറിയിപ്പ് പുറത്തിറങ്ങിയ ആ നിമിഷം മുതൽ ലോപ്പസ് കുടുംബവുമായി ബന്ധമുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ആളുകൾ പതുക്കെ മാറുകയാണ്. ശരിക്കും അനവധി സ്ഥാപനങ്ങളുമായി കണക്ഷനുള്ള ലോപ്പസ് കുടുംബത്തിന് അവരുടെ സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങൾ എത്താൻ മറ്റ് സ്ഥാപനങ്ങളുടെ സഹായം വേണം. സൂപ്പർ മാർക്കറ്റുകളാണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും ലോപ്പസ് കുടുംബത്തിന് മറ്റുള്ളവരുടെ സഹായം കൂടി തരും. ആ മറ്റുള്ളവർ ഇപ്പോൾ തോംസനെ പേടിച്ച് ലോപ്പസുമായി സഹകരിക്കാതെ മാറിയിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിച്ചത് കഴിഞ്ഞ 3 മണിക്കൂർ കൊണ്ടാണ്. പിടിച്ചു നിൽക്കാൻ ഒരു മാർഗവുമില്ലാന്ന് മനസ്സിലാക്കിയ ഫ്രെഡി തോംസൺ മാർക്കുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കാനായി മകനെ മാർക്കിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതാണ്. കാര്യങ്ങൾ കേട്ടതും മാർക്ക് ഫെലിക്സിനൊപ്പം ലോപ്പസ് കുടുംബത്തിലെത്തി. ശരിക്കും ആ വീട്ടിലെത്തുമ്പോൾ തന്നെ മാർക്കിന് ആ വീടിന്റെ ഒരു അന്തരീക്ഷം ഏതാണ്ട് ബോധ്യമാകുന്നുണ്ട്. ഫെലിക്സിന്റെ അച്ഛൻ ഫ്രെഡി ആകെ തകർന്നിരിക്കുകയാണ്. മിഡിൽ സിറ്റിയിലെ റിച്ചസ്റ്റ് കുടുംബമാണെന്ന് പേരുണ്ടെങ്കിലും ആ റിച്ചസ്റ്റ് കുടുംബം അവരെക്കാൾ ശക്തരായ ഒരു കുടുംബത്തിന്റെ ശക്തമായ പ്രഷറിൽ തകർന്ന് തരിപ്പണമാകുമെന്ന് ഇതാ ഉദാഹരണ സഹിതം തെളിയിക്കുകയാണ്. ഫെലിക്സ് പറഞ്ഞ അതേ കഥ തന്നെ തോംസണും മാർക്കിനോട് പറഞ്ഞു. പക്ഷെ രണ്ടുപേരും ഒരു കാര്യം മാർക്കിനോട് തീർത്തു പറയുകയാണ്. ഒരു കാരണവശാലും തോംസൺ കുടുംബമായി ഒരു സഹകരണത്തിന് അവർ തയ്യാറല്ല. തോംസൺ കുടുംബത്തിന്റെ ഷോൺ തോംസണും അയാളുടെ അച്ഛൻ ഫ്രെഡി തോംസണും ഗ്രിഗറി ഫ്രെഡിയെയും മകൻ ഫെലിക്സിനെയും നേരത്തെ ഒരു തവണ ചിൽടൗണിൽ വെച്ച് വളരെ ക്രൂരമായി അപമാനിച്ചിട്ടുണ്ട്. ആ അപമാനം അവരുടെ മനസ്സിൽ നിന്ന് മാറത്തില്ല. ഗ്രിഗറി ലോപ്പസും അദ്ദേഹത്തിന്റെ മകൻ ഫെലിക്സും മാർക്കിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു സഹായമാണ്. അത് മനസ്സിലാക്കിയ മാർക്ക് ഗ്രിഗറിയോട് ചോദിച്ചു, സർ ഞാൻ എങ്ങനെയാ അങ്ങനെ സഹായിക്കേണ്ടത്? മാർക്ക്, എനിക്കറിയാം മാർക്കിന് ബ്ലാക്ക് കുടുംബത്തിന്റെ സപ്പോർട്ടുണ്ടെന്ന്. ബ്ലാക്ക് കുടുംബം ഇവിടെ ഈ മിഡിൽ സിറ്റിയിൽ വിവിധ പ്രോജക്റ്റുകൾ ചെയ്യാൻ പോവുകയാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ വർഷങ്ങളായി കൺസ്ട്രക്ഷൻ മേഖലയിലും ഹോട്ടൽ ബിസിനസ് മേഖലയിലും സൂപ്പർ മാർക്കറ്റ് മേഖലയിലും ഒക്കെ സജീവമായ കുടുംബമാണ്. ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പെർട്ടൈസ് ഉണ്ട് ആ മേഖലയിൽ. ഈ പറഞ്ഞ ഏതെങ്കിലും മേഖലകളിൽ ബ്ലാക്ക് കുടുംബം പുതിയ പ്രോജക്റ്റ് മിഡിൽ സിറ്റിയിൽ ആരംഭിക്കുകയാണെങ്കിൽ അതിൽ ഞങ്ങളെ കൂടി പങ്കാളിയാക്കണം. മാർക്ക് പറഞ്ഞാൽ അത് നടക്കും.
എനിക്കറിയാം മാർക്കിന് ആ കാര്യം പറ്റുമെന്ന്. എമിലി ബ്ലാക്കുമായി മാർക്കിനുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാർക്കിനെ പബ്ലിക്കായിട്ട് തന്നെയാണ് എമിലി അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മാർക്ക് ഒരു കാര്യം ഏറ്റാൽ അത് നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഫെലിക്സിനോട് മാർക്കിനെ വിളിച്ചുകൊണ്ടുവരാൻ ഗ്രിഗറി ആവശ്യപ്പെട്ടതും ഇപ്പോ ഗ്രിഗറി ആ കാര്യം മാർക്കിനോട് പറയുന്നത്. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മാർക്ക് ഗ്രിഗറിയോട് പറഞ്ഞു, ഓക്കെ, അത് നമുക്ക് ആലോചിക്കാം, പക്ഷേ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി തരാം. മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്താ മാർക്ക്? അങ്ങനെ ഗ്രിഗറി ചോദിച്ചതും മാർക്ക് സോൾ നറിഷ്മെന്റ് പില്ല് 2 എടുത്ത് മേശപ്പുറത്ത് വെച്ചു. വളരെ മനോഹരമായ ആ സോൾ നറിഷ്മെന്റ് പില്ലിലേക്ക് നോക്കുന്ന ഗ്രിഗറിയോടും ഫെലിക്സിനോടുമായി മാർക്ക് പറഞ്ഞു, ഇത് സോൾ നറിഷ്മെന്റ് പില്ലാണ്. സോൾ നറിഷ്മെന്റ് പില്ലോ? അതെ, ഇത് കഴിക്കുന്ന ഒരാൾക്ക് ശരിക്കും ശരീരത്തിലെ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും. ശരിക്കും അയാൾക്കൊരു പുതിയ ജീവൻ തിരിച്ചു കിട്ടും പോലെയാണ്. അതുകൊണ്ട് അതിനെ സോൾ നറിഷ്മെന്റ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി യുവത്വം ബോഡിയിൽ ഉണ്ടാകുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ പിൽസിന്റെ നിർമ്മാണം വ്യാപകമാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് പ്രൊഡക്ഷൻ സംവിധാനങ്ങൾ ഉള്ളതല്ലേ, നിങ്ങൾ ഇതിന്റെ നിർമ്മാണം ഏറ്റെടുക്കുകയാണെങ്കിൽ അതെനിക്കൊരു സഹായകമാണ്. മാർക്കിന്റെ ആവശ്യം കേട്ടതും ഗ്രിഗറി ഫെലിക്സിന് നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ പിൽസൊക്കെ ഉണ്ടാക്കുന്ന പ്രക്രിയയിലേക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ സഹകരിക്കാം. തൽക്കാലം എനിക്ക് വേണ്ടത് ആ ബ്ലാക്ക് കുടുംബത്തിന്റെ ഏതെങ്കിലും പ്രോജക്റ്റാണ്. ബ്ലാക്ക് കുടുംബം രാജ്യത്തെ ഏറ്റവും അറിയപ്പെടുന്ന കുടുംബമാണ്. അവരുടെ ഒരു പ്രോജക്റ്റ് പോലെ ആകത്തില്ല ഈ പിൽസ് ഉണ്ടാക്കുന്ന പ്രോജക്റ്റ് എന്ന് ഗ്രിഗറിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഗ്രിഗറി ആ കാര്യം അങ്ങനെ തന്നെ പറഞ്ഞത്. അത്രയും പറഞ്ഞതിന് ശേഷം ആ സോൾ നറിഷ്മെന്റ് പില്ല് ഗ്രിഗറി മാർക്കിന്റെ മുന്നിലേക്ക് നീക്കി വെക്കുകയും ചെയ്തു. അയാൾക്ക് ആ പിൽസിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നും തോന്നിയില്ലെന്ന് അർത്ഥം. കാര്യങ്ങൾ കേട്ടതും മാർക്ക് ആ പിൽസ് 2 തിരിച്ചെടുത്തു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ലോപ്പസ് കുടുംബത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയ മാർക്ക് നീലിനെ കൊണ്ട് കുറേയേറെ ഹെർബ്സ് പർച്ചേസ് ചെയ്യിപ്പിച്ചു. മാർക്കിന്റെ കയ്യിൽ സോൾ നറിഷ്മെന്റ് പില്ല് വിറ്റ് ഒത്തിരി പണം ഉണ്ട്. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാന്നുള്ളത് വളരെ എളുപ്പമാണ്. സാധനങ്ങളൊക്കെ നീൽ എത്തിച്ചു കഴിഞ്ഞതും മാർക്ക് നീലിനോട് പറഞ്ഞു, നീൽ, അടുത്ത 3 ദിവസം നീ ഈ വീടിനെ കാവലുണ്ടാകണം, ഒരാളെയും അകത്തേക്ക് വിടരുത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ ഹെർബ്സ് ഐറ്റംസുമായിട്ട് വീടിനകത്തേക്ക് കടന്ന മാർക്ക് ആ സോൾ നറിഷ്മെന്റ് പില്ലിന്റെ നിർമ്മാണത്തിലേക്ക് കടന്നു. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അടുത്ത 3 ദിവസവും മാർക്ക് ആ സോൾ നറിഷ്മെന്റ് പില്ല് ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ വ്യാപൃതനായിരുന്നു. 3 ദിവസം പൂർത്തീകരിച്ചതും മാർക്ക് അവൻ ഉണ്ടാക്കിയ പിൽസ് ആ മേശപ്പുറത്തേക്ക് നിരത്തി വെച്ചു. ഏകദേശം 1000-ഓളം സോൾ നറിഷ്മെന്റ് പില്ലുകളാണ് മാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. മേശപ്പുറത്ത് നിരത്തിയിരിക്കുന്ന ആ ഗുളികളൊക്കെ ഒന്ന് നോക്കിയിട്ട് മാർക്ക് സാം ഫ്രാങ്കിനെ വിളിച്ചു. മാർക്കിന്റെ നിർദ്ദേശം കിട്ടിയതും സാം ഫ്രാങ്ക് ഡ്രാഗൺ പാരഡൈസിലെ മാർക്കിന്റെ വീട്ടിലെത്തി. മാർക്കിന്റെ മുന്നിൽ മേശപ്പുറത്ത് അങ്ങനെ നിരന്നിരിക്കുന്ന ആ സോൾ നറിഷ്മെന്റ് പില്ലുകൾ കണ്ട സാം ഫ്രാങ്കിന്റെ കണ്ണ് തള്ളിപ്പോയി എന്ന് തന്നെ പറയാം. ശരിക്കും അവൻ ആ സോൾ നറിഷ്മെന്റ് പില്ല് വിറ്റ് ധാരാളം പണം ഉണ്ടാക്കിയിരിക്കുന്ന സമയമാണ്. ആ ഗുളികയ്ക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. സാമിന്റെ മുഖത്തെ സന്തോഷം കണ്ടതും മാർക്ക് സാമിനോട് പറഞ്ഞു, സാം, ദാ അടുത്ത ബാച്ച് റെഡിയായിരിക്കുകയാണ്. പക്ഷേ സാം, ഇപ്രാവശ്യം ഈ പിൽസിന്റെ വില ഞാനൊന്ന് കുറയ്ക്കുകയാണ്. മാർക്ക് പറഞ്ഞു കേട്ടപ്പോൾ ലേശൊരു അതിശയം സാമിനുണ്ട്. സാധാരണഗതിയിൽ ഡിമാൻഡുള്ള മരുന്നിന്റെ വില കൂട്ടുകയാണ് പതിവ്. ഇത് മാർക്ക് വില കുറയ്ക്കാൻ പോവുകയാണ്. കൗതുകത്തോടെ മാർക്കിനെ തന്നെ നോക്കി നിൽക്കുന്ന സാമിനോടായി മാർക്ക് പറഞ്ഞു, സാം, ഈ മരുന്നിന്റെ വില ഞാൻ $100 കുറയ്ക്കുകയാണ്. $100 മരുന്നിന്റെ വില കുറയ്ക്കുന്നെന്ന് പറഞ്ഞതും ശരിക്കും സാമിന്റെ കാലൊന്ന് ഇടറിയെന്ന് പറയാം. അവനൊന്ന് വിറച്ചു പോയതാണ്. അവൻ $2 ലക്ഷം, $5 ലക്ഷം, $1 മില്യൺ ഒക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന അതേ ഗുളികയാണ് $100 കൊടുക്കാമെന്ന് മാർക്ക് ഇതാ പറയുന്നത്. 50 വയസ്സ് സാം മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇതെന്താ പറയുന്നേ? ഇത്രയും വില കുറച്ചാൽ? ഏയ് സാം, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ഇനി ആരും $100 കൂടുതൽ ഈ ഗുളികയ്ക്ക് കൊടുക്കാൻ ഇടവരരുത്. ഞാൻ പറയുന്ന വിലയ്ക്ക് വെക്കുക. അങ്ങനെ മാർക്ക് തീർത്തു പറഞ്ഞതും സാം ആ ഗുളികളൊക്കെ പാക്ക് ചെയ്ത് സന്തോഷത്തോടുകൂടി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് നടക്കുമ്പോൾ സാമിന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. ആ ഗുളികകൾക്കുള്ള ഡിമാൻഡ് മറ്റാരെക്കാളും നന്നായിട്ട് സാമിന് അറിയാം. ആ ഗുളികയിൽ ഒരു നല്ല പങ്ക് പൂഴ്ത്തി വെച്ചാൽ ആ മരുന്ന് തേടി വരുന്ന ആളുകൾ പിന്നീട് സാമിനടുത്തുനിന്ന് സാം പറയുന്ന വിലയ്ക്ക് വാങ്ങാൻ ഇടവരും. അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രോഫിറ്റിനെ കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് വാതിലിന്റെ അടുത്തേക്ക് എത്തിയ സാമിനോടായി മാർക്ക് പറഞ്ഞു, ഏയ് സാം, ഒന്ന് നിന്നേ. മാർക്ക് വിളിച്ചപ്പോ സാം
ഒന്ന് തിരിഞ്ഞു. അപ്പോഴേക്കും മാർക്ക് നടന്ന് സാമിനടുത്തെത്തിയ മാർക്ക് പെട്ടെന്ന് ഇടത് കൈയൊന്ന് ഉയർത്തിയതും സാമിനെ കഴുത്തി പിടിച്ചതും. ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് സാമിന് മനസ്സിലാകുമ്പോഴേക്കും മാർക്ക് ഇടത് കൈ കൊണ്ട് സാമിനെ ചെവിരിലേക്ക് അങ്ങ് പൊക്കി പിടിച്ചു. ആ വീടിന്റെ വാതിലിനടുത്തുള്ള ചുവരിൽ സാമിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു നിർത്തിയ മാർക്ക് സാമിനോട് പറഞ്ഞു, ഏയ് സാം, ഞാൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ് നിന്റെ ജോലി. അതല്ലാതെ എന്തെങ്കിലും നീ ചെയ്താൽ ഞാൻ ഈ കൈ ഇങ്ങനെ ഒന്ന് അമർത്തും, അവിടെ നീ അവസാനിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് കൈ ഒന്ന് അമർത്തുമ്പോൾ സാമിന് ശരിക്കും ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. സാം കരഞ്ഞുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പ്ലീസ് പ്ലീസ് എന്നൊന്നും ചെയ്യരുത്. ശരിക്കും ആ മിഡിൽ സിറ്റിയിലെ ഗുണ്ടാ തലവനായ സാം കരഞ്ഞുകൊണ്ട് മാർക്കിനോട് അങ്ങനെ പറയുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന നീൽ ഫ്ലമിംഗ് പോലും അറിയാതെ ചിരിച്ചു പോവുകയാണ്. സാമിനെ താഴെ നിർത്തിയ മാർക്ക് സാമിനോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് നിന്റെ ജോലി. നീ പണം നഷ്ടമാകുമെന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്, എനിക്ക് മനസ്സിലായി. അതിനെക്കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട, പണം നിന്നിലേക്ക് വരും. അങ്ങനെ മാർക്ക് തീർത്ത് പറഞ്ഞതും സാം മാർക്കിനോട് യാത്ര പറഞ്ഞ് അവന്റെ സ്ഥാപനത്തിലേക്ക് പോയി. അന്ന് പകരം പിറ്റന്നുമായി സാം ആ ഗുളികൾ മുഴുവൻ വിറ്റഴിച്ചു. ശരിക്കും ആ ഗുളികളുടെ വില കുറച്ചുള്ള വിൽപ്പന മിഡിൽ സിറ്റിയിൽ വല്ലാത്തൊരു തരംഗം തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. സകല സ്ഥലത്തും സോൾ നറിഷ്മെന്റ് പില്ലിനെ കുറിച്ച് മാത്രമായി ചർച്ച. ഇതിനിടയിൽ മാർക്ക് ബ്ലാക്ക് കുടുംബത്തിന് ഒരു പ്രോജക്റ്റ് ലോപ്പസ് കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. മാർക്ക് പറഞ്ഞ അനുസരിച്ച് എമിലി ആ പ്രോജക്റ്റ് കൊടുക്കുകയായിരുന്നു. ബ്ലാക്ക് കുടുംബത്തിന്റെ പ്രോജക്റ്റ് കിട്ടിയ ഗ്രിഗറി ലോപ്പസും മകൻ ഫെലിക്സും ശരിക്കും സന്തോഷത്തിലാണ്. അവർ ആ സന്തോഷം ആഘോഷിക്കാനായി ഒരു പാർട്ടി ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കുകയാണ്. ആ പാർട്ടി നടക്കുമ്പോൾ ആ പാർട്ടിയിൽ പങ്കെടുത്ത മിഡിൽ സിറ്റിയിലെ മേയർ ശരിക്കും സന്തോഷത്തോടുകൂടി അവരോട് പറഞ്ഞു, ഹോ, ഞാനിന്ന് ഒരു ഗുളിക കഴിച്ചു. എന്താ ഗുളിക അത്? ശരിക്കും ഞാൻ ഒരുപാട് ചെറുപ്പമായതുപോലെ, എനിക്ക് ശരിക്കും ശക്തി വർദ്ധിച്ച പോലെ, ഞാൻ ശരിക്കും ഫ്രഷ് ആയതുപോലെ എനിക്ക് തോന്നുകയാണ്. അങ്ങനെ മേയർ പറഞ്ഞതും ആ കോക്ടെയിൽ പാർട്ടി പങ്കെടുക്കുന്ന മറ്റു ചിലരും അതേ വാചകം പറഞ്ഞു. അതെ അതെ, ഞാൻ ഒരെണ്ണം സംഘടിപ്പിച്ചായിരുന്നു, ശരിക്കും ഒരു അൺബിലീവബിൾ ഗുളിക തന്നെയാണ്. അങ്ങനെ അവരൊക്കെ പറഞ്ഞപ്പോൾ കൗതുകത്തോടെ ഗ്രിഗറി അവരോട് ചോദിച്ചു, ആരാ ആ ഗുളിക ഉണ്ടാക്കുന്നത്? ആരാ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, അത് പക്ഷേ നമ്മുടെ ഈ മിഡിൽ സിറ്റിയിലെ ആ മാഫിയ തലവനില്ലേ സാം ഫ്രാങ്ക്, അയാളാ കൈകാര്യം ചെയ്യുന്നത്, അയാളുടെ കൈവശമാ ആ ഗുളിക ഉള്ളത്. ശരിക്കും ആ ഗുളിയെ കുറിച്ച് അവരൊക്കെ അങ്ങനെ വാതോരാതെ പറയുന്നത് കേട്ടപ്പോ ഫെലിക്സിനും അതുപോലെ ഗ്രിഗറിക്കും ഒക്കെ ആ ഗുളിക ഒന്ന് കണ്ടാക്കൊള്ളാന്ന് ഒരു തോന്നലുണ്ടായി. അവരങ്ങനെ പറഞ്ഞതും മേയർ അയാളുടെ കൈവശമുള്ള സ്പെയർ ഗുളിക എടുത്ത് ഗ്രിഗറിയെ കാണിച്ചു. ആ ഗുളികയിലേക്ക് നോക്കിയ ഗ്രിഗറിയും ഫെലിക്സും ശരിക്കും ഒരു നിമിഷം സ്തംഭിച്ചങ്ങ് നിന്നു പോവുകയാണ്. ആ ഗുളിക അവർ നേരത്തെ കണ്ടിട്ടുണ്ട്. വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി ആ ഗുളികയിലേക്ക് നോക്കുന്ന ഗ്രിഗറിയോടായി മേയർ ചോദിച്ചു, ഗ്രിഗറി എന്തു പറ്റി? അങ്ങനെ മേയർ ചോദിച്ചതും മേയറുടെ കയ്യിൽ നിന്ന് ഗ്രിഗറി ആ ഗുളിക കയ്യിൽ വാങ്ങിച്ചു. ഗ്രിഗറി ആ ഗുളിക ഒന്ന് മണത്തു നോക്കുകയാണ്. ശരിക്കും ആ ഗുളിയുടെ മണം അയാളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അമ്പരപ്പോടെ ആ ഗുളിയിലേക്ക് ഒന്ന് മണത്തു നോക്കിയ ഗ്രിഗറി ആ ഗുളിക ഫെലിക്സിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഫെലിക്സും അതൊന്ന് മണത്തു. അവർക്ക് രണ്ടുപേർക്കും പരിചയമുള്ള അതേ ഗന്ധമാണ് ആ ഗുളിക എന്ന് വരുന്നത്. ശരിക്കും സോൾ നറിഷ്മെന്റ് പില്ലിന് ഒരു പ്രത്യേക ഗന്ധമുണ്ട്. അവരുടെ അടുത്ത് ആ ഗുളിക മാർക്ക് ഫെല്ലർ എത്തിച്ചപ്പോൾ അവർക്കത് അനുഭവപ്പെട്ടതാണ്. അതേ ഗന്ധം തന്നെ ഇപ്പൊ ഇതാ ആ ഗുളിയിൽ അവർ വീണ്ടും കാണുകയാണ്. രണ്ടുപേർക്കും ഇപ്പൊ കഥ മനസ്സിലായി. അവരുടെ കയ്യിലേക്ക് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ കൊണ്ടുകൊടുത്തത് ഒരു വൻ നിധിയായിരുന്നു. ആ നിധിയുടെ മഹത്വം മനസ്സിലാക്കാത്ത അവർ ശരിക്കും ആ നിധി കളയുകയായിരുന്നു. ആ യാഥാർത്ഥ്യം ഇപ്പോ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. അമ്പരപ്പോടെ ആ രണ്ടുപേരും ആ ഗുളിയിലേക്ക് നോക്കുന്നുണ്ടെന്നും പലരും അവരോട് പറഞ്ഞു, ഹേയ് ലോപ്പസ്, ഇതൊരു നല്ല ഗുളികയാണ്, നിങ്ങൾ ഒരെണ്ണം ആ സാം ഫ്രാങ്കിന്ന് വാങ്ങിച്ച് കഴിച്ചു നോക്ക്, ശരിക്കും നിങ്ങൾക്ക് ഇതിന്റെ മൂല്യം അപ്പോഴേ ബോധ്യമാവും. ആ ഗുളിക കഴിച്ച് അനുഭവമുള്ള ആളുകളൊക്കെ ആ കാര്യം ഗ്രിഗറി ലോപ്പസിനോട് അങ്ങനെ വീണ്ടും പറഞ്ഞപ്പോൾ ശരിക്കും ഗ്രിഗറി ലോപ്പസിന് ഒരു നഷ്ടബോധം ഫീൽ ചെയ്യുന്ന അതേ സമയത്ത് മറ്റൊരു സ്ഥലത്തും ഇതേ കാര്യം ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ ചർച്ചയ്ക്ക് കാരണമായത് കഴ്സൺ റോജേഴ്സ് ആണ്. കഴ്സൺ റോജേഴ്സ് ഒരു സോൾ നറിഷ്മെന്റ് പില്ല് സാക്ഷാൽ ഫ്രെഡി തോംസന്റെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. ഫ്രെഡി തോംസന് കഴ്സൺ കൊടുത്ത ആ ഗുളിക കഴ്സന്റെ ആവശ്യപ്രകാരം ഫ്രെഡി ഒന്ന് കഴിച്ചു. ആ ഗുളിക കഴിച്ച അതേ നിമിഷത്തിൽ ശരീരത്തിനകത്ത് ശരിക്കും വളരെ ഫ്രഷ്നസ് ഫ്രെഡി തോംസന് അനുഭവപ്പെടുകയായിരുന്നു. ആ ഫ്രഷ്നസ് അനുഭവപ്പെട്ടതും ഫ്രെഡി കഴ്സനോട് ചോദിച്ചു, കഴ്സൺ, ഇതെവിടുന്നാ ഈ ഗുളിക? സാർ, ഇതാണ് സാർ സോൾ നറിഷ്മെന്റ് പിൽ. ഈ പില്ല് വിൽക്കുന്നത് സാം ഫ്രാങ്ക് ആണ്. ഏത് സാം ഫ്രാങ്ക്? ആ ഗുണ്ടകളെ വെച്ച് മാഫിയ ബിസിനസ് നടത്തുന്ന
അതെ സർ, അവൻ തന്നെയാണ്. അത് ശരി, ഇതൊരു വല്ലാത്ത കപ്പാസിറ്റി ഉള്ള മരുന്നാണല്ലോ. മരുന്ന് ബിസിനസ്സിൽ കാലങ്ങളായി ഉറച്ചു നിൽക്കുന്ന തോംസൺ കുടുംബത്തിലെ ഫ്രെഡി തോംസന് ആ മരുന്നിന്റെ ഗുണം ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ശരിക്കും സോൾ നറിഷ്മെന്റ് പില്ല് അയാൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒറ്റ മരുന്നിലൂടെ ചിൽഷെയറിലെ മുഴുവൻ പ്രോവിൻസും അയാൾക്ക് കീഴടക്കാൻ പറ്റുമെന്നൊരു തോന്നൽ പെട്ടെന്ന് തോംസൺ ഉണ്ടായി. തോംസൺ കട്സനോട് പറഞ്ഞു, കട്സൺ, നീ ചെന്നിട്ട് ആ സാം ഫ്രാങ്കിനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വാ. സാർ, ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്തിയതാണ്, പക്ഷെ അവൻ വരാൻ കൂട്ടാക്കുന്നില്ല. നീ എന്റെ പേര് പറഞ്ഞില്ലേ? സർ, ഞാൻ അതൊക്കെ പറഞ്ഞു, പക്ഷെ അവൻ എന്തോ വഴങ്ങുന്നില്ല. തന്റെ പേര് പറഞ്ഞിട്ടും വഴങ്ങാത്ത ഒരാള് മിഡിൽ സിറ്റിയിൽ ഉണ്ടെന്ന് കേട്ടപ്പോൾ തോംസന് ഒരു അതിശയം. അടുത്ത നിമിഷത്തിൽ ഫ്രെഡി തോംസനും കഴ്സനും കുറെ ഗുണ്ടകളുമായി സാം ഫ്രാങ്കിന്റെ ആ ഓഫീസിലേക്ക് തിരിച്ചു. സാം ഫ്രാങ്കിന്റെ ഓഫീസിൽ ഇപ്പൊ ശരിക്കും തിരക്കാണ്. അവൻ പുതിയൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെതായ തിരക്ക് അവിടെയുണ്ട്. സോൾ നറിഷ്മെന്റ് പില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് എൻക്വയറി ആ ഓഫീസിൽ വരുന്നുണ്ട്. ആ മരുന്ന് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ആ മരുന്നിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആകാനുള്ള താല്പര്യം കാണിച്ചുകൊണ്ടാണ് അവിടെ വരുന്നത്. അവരോടൊക്കെ സംസാരിക്കാൻ സാം ഫ്രാങ്കിന് സമയം പോലും കിട്ടുന്നില്ല. സാം ഫ്രാങ്കിനോട് ഒരു 5 മിനിറ്റെങ്കിലും തനിയെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കൂടിയിരിക്കുകയാണ്. ആ ആളുകളൊക്കെ ആ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളോടൊക്കെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. വളരെ അപൂർവം ആളുകൾക്ക് മാത്രമാണ് സാം ഫ്രാങ്കിന്റെ മുറിയിലേക്ക് പ്രവേശനം കിട്ടുക. വൻ ഓർഡറുകൾ പ്ലേസ് ചെയ്യാൻ വരുന്ന ആളുകളെ മാത്രമേ സ്റ്റാഫ് സാം ഫ്രാങ്കിന്റെ മുറിയിലേക്ക് അയക്കൂ എന്നർത്ഥം. സാം ഫ്രാങ്ക് വളരെ തിരക്കുള്ള ഒരു ബിസിനസ് മാഗ്നറ്റായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ആ നിമിഷത്തിൽ അയാളുടെ മുറിയുടെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് കട്സൺ റോജേഴ്സ് അകത്തേക്ക് വന്നു. കട്സൺ റോജേഴ്സ് അകത്തേക്ക് കടന്നു വരുന്ന കണ്ടതും സാം അയാളോട് ചോദിച്ചു, കട്സൺ, ഞാൻ പറഞ്ഞതല്ലേ എന്നെ ശല്യം ചെയ്യരുതെന്ന്? അങ്ങനെ കട്സനോട് സാം പറഞ്ഞതും നല്ല പൊക്കമുള്ള ഒരു മനുഷ്യൻ അകത്തേക്ക് കടന്നു. അയാൾ അകത്തേക്ക് കിടക്കുന്ന കണ്ടതും സാം അറിയാതെ ചാടി എണീറ്റ് പോവുകയാണ്. മിസ്റ്റർ പ്രസിഡന്റ്, താങ്കളെന്താ ഇവിടെ? തോംസൺ ഗ്രൂപ്പിന്റെ ഉടമയായ ഫ്രെഡി തോംസനെ എല്ലാവരും പ്രസിഡന്റ് എന്നാ വിളിക്കുക. ഒരുപാട് കമ്പനികളുടെ പ്രസിഡന്റാണ് ഈ ഫ്രെഡി. അതുകൊണ്ട് തന്നെ ഫ്രെഡിയെ ഒട്ടുമുക്കാൽ ആളുകളും പ്രസിഡന്റ് എന്ന് വിളിക്കുന്നത് സാം ഫ്രാങ്ക് കേട്ടിട്ടുണ്ട്. അതേ സംബോധന സാം ഫ്രാങ്കും തോംസന് കൊടുത്തതും തോംസൺ ചിരിച്ചുകൊണ്ട് സാം ഫ്രാങ്കിനോട് പറഞ്ഞു, മിസ്റ്റർ സാം, ഞാൻ നിങ്ങളൊന്ന് ബുദ്ധിമുട്ടിക്കാനായി വന്നതാണ്. സാർ, എനിക്കെന്ത് ബുദ്ധിമുട്ടാണ്? സാർ പറഞ്ഞ സാർ, ഇരിക്കണം സാർ. തോംസനെ സ്നേഹപൂർവ്വം ക്ഷണിച്ച് സാം ഫ്രാങ്ക് തന്റെ മുന്നിലുള്ള കസേരയിൽ ഇരുത്തിയതും ചിരിച്ചുകൊണ്ട് തോംസൺ സാം ഫ്രാങ്കിനോട് പറഞ്ഞു, മിസ്റ്റർ സാം, ഞാൻ ഒരു കാര്യം അറിഞ്ഞു. നിങ്ങളുടെ കയ്യിൽ ഒരു സോൾ നറിഷ്മെന്റ് പില്ലുണ്ടെന്നാ ഞാൻ അറിഞ്ഞത്, ശരിയല്ലേ? സാർ, ഉണ്ട് സാർ. ആ സാം, നിങ്ങൾ ആ ഗുളിക ഒരുപാട് വിൽക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്ക് ആ ഗുളികയുടെ ഫോർമുല വേണമല്ലോ. ഗുളിക വേണമെന്നല്ല തോംസൺ ഗ്രൂപ്പിന്റെ ഉടമ ഫ്രെഡി പറഞ്ഞത്. അയാൾക്ക് ആ ഗുളിക ഉണ്ടാക്കാനുള്ള ഫോർമുല വേണമെന്നാണ്. ഫ്രെഡിയുടെ പെട്ടെന്നുള്ള ചോദ്യം സാമിനെ ഒരു നിമിഷം ഒന്ന് കുഴപ്പിച്ചു. പക്ഷേ സാമിന്റെ കുരുട്ടുബുദ്ധിയിൽ പെട്ടെന്നൊരു ഐഡിയ തോന്നി. സാം തോംസനോട് പറഞ്ഞു, മിസ്റ്റർ പ്രസിഡന്റ്, ആ മരുന്ന് സത്യത്തിൽ ഒരു ഡോക്ടർ എനിക്ക് ഉണ്ടാക്കി തരുന്നതാണ്. ഡോക്ടറോ? അതെ പ്രസിഡന്റ്. ആ ഡോക്ടർ 3 ദിവസത്തിലൊരിക്കൽ എന്നെ കാണാൻ വരും. അപ്പോഴാണ് എനിക്ക് ആ മരുന്ന് തരുന്നത്. അജ്ഞാതനായ ഒരു ഡോക്ടർ ഉണ്ടാക്കുന്ന മരുന്നാണ് സാം ഫ്രാങ്ക് വിൽക്കുന്നത്. ആ കാര്യം ഇപ്പം ഏകദേശം വ്യക്തമായി. അത് മനസ്സിലാക്കിയ തോംസൺ സാമിനോട് പറഞ്ഞു, മിസ്റ്റർ സാം, ഇനി എന്നാ അയാൾ വരിക? മിസ്റ്റർ പ്രസിഡന്റ്, അദ്ദേഹം 3 ദിവസം കഴിയുമ്പോൾ വരും. ഓക്കെ, ഞാൻ നിനക്ക് 3 ദിവസത്തെ സമയം തരാം. 3 ദിവസം കഴിയുമ്പോൾ നീ ആ ഡോക്ടറെ എനിക്ക് പരിചയപ്പെടുത്തി തരണം. ഇനി അഥവാ നീ എന്നെ കബളിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ സാം, നിനക്കറിയാമല്ലോ എന്നെ, നീ പിന്നെ ഉണ്ടാവില്ല. വളരെ വ്യക്തമായ ഒരു ഭീഷണി തന്നെ സാം ഫ്രാങ്കിന് മുന്നിൽ വെച്ചതിന് ശേഷം തോംസൺ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. തോംസണും കട്സനും അവിടുന്ന് പുറത്തേക്ക് പോയി ഏതാനും സെക്കൻഡ് കഴിഞ്ഞതും സാം ഫ്രാങ്ക് അവിടുന്ന് അതിവേഗം ഡ്രാഗൺ പാരഡൈസിലേക്ക് തിരിച്ചു. ഡ്രാഗൺ പാരഡൈസിൽ ഓടിയെത്തിയ സാം ഫ്രാങ്ക് മാർക്കിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ഡോക്ടറുടെ കഥ താൻ പറഞ്ഞ കാര്യം
സാം ഫ്രാങ്ക് മാർക്കിനോട് പറഞ്ഞതും മാർക്ക് സാം ഫ്രാങ്കിനോട് പറഞ്ഞു, ഓക്കെ, നീ പറഞ്ഞത് എന്തായാലും നന്നായി, ഒരു കാര്യം ചെയ്യ്, നീ ഉടൻ തന്നെ എല്ലാ ആളുകളെയും ഒരു കാര്യം അറിയിക്കും. 3 ദിവസം കഴിയുമ്പോൾ മിഡിൽ സിറ്റിയിലെ ആ ഗ്രാൻഡ് മാൻഷൻ കൺവെൻഷൻ സെൻ്ററിൽ ആ അജ്ഞാതനായ ഡോക്ടർ വരുന്നുണ്ടെന്നും അദ്ദേഹത്തോട് ചേർന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അന്ന് ആ കൺവെൻഷൻ സെൻ്ററിലെ മീറ്റിങ്ങിൽ പങ്കെടുക്കാമെന്നുള്ള കാര്യം ഒരു വാർത്തയായി നീ ആളുകളെ അറിയിക്കും. മാർക്ക് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ സാമിൻ്റെ മുഖം അങ്ങ് മങ്ങി. സോൾ നറിഷ്മെന്റ് പില്ലിന്റെ ഉൽപാദന വിതരണ സംവിധാനം ഇത് മറ്റ് ആളുകളുമായി മാർക്ക് പങ്കുവയ്ക്കാൻ പോവുകയാണെന്ന് അത് കേട്ടപ്പോൾ സാമിന് മനസ്സിലായി. സാമിൻ്റെ മുഖം മങ്ങുന്ന കണ്ടതും മാർക്ക് സാമിനോട് പറഞ്ഞു, ഏയ് സാം, ഈ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അപ്പോഴും നീ തന്നെയാണ്. തൻ്റെ കൺട്രോളിലൂടെ തന്നെയായിരിക്കും സോൾ നറിഷ്മെന്റ് പില്ലിന്റെ ഉൽപാദന വിതരണ മേഖല മുന്നോട്ട് പോകുക എന്ന് കേട്ടപ്പോൾ സാമിന് പിന്നെ സന്തോഷമായി. ശരിക്കും സാം ഒരു ഗുണ്ടയിൽ നിന്ന് ഒരു ബിസിനസ്സുകാരനിലേക്ക് മാറുന്നതിൻ്റെ സുഖം അനുഭവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അവൻ നേരത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടെങ്കിലും ആ മേഖലയിൽ കൈക്കരുത്തുകൊണ്ട് മാത്രം അവൻ പിടിച്ചെന്നതാണ്. ഇവിടെ അങ്ങനെയല്ല. ശരിക്കും സമൂഹത്തിലെ ഉന്നതരായ ആളുകൾ ആ സോൾ നറിഷ്മെന്റ് പില്ലിന് വേണ്ടി സാമിന്റെ അടുത്ത് വരുന്നതും സാമിനോട് ആ മരുന്ന് ചോദിക്കുന്നതും അവർക്ക് സാം മരുന്ന് കൊടുക്കുന്നതൊക്കെ സാമിനെ അങ്ങ് സുഖിച്ചു തുടങ്ങിയിട്ടുണ്ട്. അയാളും സമൂഹത്തിലെ ഒരു അറിയപ്പെടുന്ന ആളായി മാറുകയാണ്. അതിൻ്റെതായ സന്തോഷം സാമിനുണ്ട്. ആ സന്തോഷം സാമിന്റെ മുഖത്ത് നിന്ന് ആർക്കും വായിച്ചെടുക്കാം. സാം അന്ന് തന്നെ പത്രത്തിൽ ആ വാർത്ത കൊടുത്തു. ശരിക്കും ആ ഒരു വാർത്ത ബിസിനസ് മേഖലയിൽ വലിയൊരു ചലനം തന്നെ ഉണ്ടാക്കി. 3 ദിവസം കഴിയുമ്പോൾ മിഡിൽ സിറ്റിയിലെ ന്യൂ ഗ്രാൻഡ് മാൻഷൻ എന്ന കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മീറ്റിംഗിൽ സോൾ നറിഷ്മെന്റ് പില്ലിന്റെ ഉപജ്ഞാതാവ് പങ്കെടുക്കുകയാണ്. സ്വാഭാവികമായും ആ വാർത്ത കേട്ട ആളുകൾക്കും അതുപോലെ ബിസിനസ്സുകാർക്കും ഒരുപോലെ കൗതുകം. സോൾ നറിഷ്മെന്റ് പില്ല് ഉണ്ടാക്കിയ ആ ഡോക്ടറുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റിയാൽ തങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ മാറ്റം ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷ സകല ബിസിനസ്സുകാർക്കുമുണ്ട്. ഈ വാർത്ത സ്വാഭാവികമായിട്ടും തോംസൺ ഗ്രൂപ്പിന്റെ ഫ്രെഡി തോംസൺ അറിഞ്ഞു. ഫ്രെഡിക്കൊപ്പം ഉണ്ടായിരുന്ന റോജേഴ്സ് കുടുംബത്തിലെ കഴ്സൺ ഫ്രെഡിയോട് പറഞ്ഞു, പ്രസിഡന്റ്, സാം ഫ്രാങ്ക് മനഃപൂർവ്വം ഈ ശൈലിയിൽ ഇത് അവതരിപ്പിച്ചതാണെങ്കിലോ? ഹേയ് കഴ്സൺ, അതിലൊന്നും വലിയ കാര്യമില്ല. നമ്മൾ തോംസൺ ഗ്രൂപ്പ് ആ സോൾ നറിഷ്മെന്റ് പില്ലിന്റെ ഉൽപാദന വിതരണ മേഖലയിലേക്ക് കടക്കുന്നു എന്ന് അറിഞ്ഞാൽ വേറെ ആരും നമുക്കെതിരെ മത്സരിക്കാൻ പറ്റില്ല. തോംസൺ ഗ്രൂപ്പ് ചിൽഷെയർ മുഴുവൻ പടർന്നു നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം മിഡിൽ സിറ്റിയിലെ ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയും അവിടെ ഉൽപാദന വിതരണ മേഖലയിൽ താല്പര്യം കാണിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും ചെറുകിടക്കാരെല്ലാം മാറും. അക്കാര്യം തോംസൺ പറഞ്ഞപ്പോൾ കഴ്സനും ഉറപ്പായി. സകലരും കാത്തിരിക്കുന്ന ആ ദിവസം അങ്ങനെ എത്തി. സോൾ നറിഷ്മെന്റ് പില്ല് വാങ്ങിക്കഴിച്ച ഒരുപാട് ആളുകൾ ആ അജ്ഞാതനായ ഡോക്ടറെ കാണാനും ആ കൺവെൻഷൻ ഹാളിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. കുറേയേറെ ആളുകൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ലക്ഷ്യമിട്ട് വന്നിരിക്കുന്നതാണ്. എന്തായാലും ആ കൺവെൻഷൻ സെന്ററിന്റെ ചുറ്റും ഒരു വൻ ആൾക്കൂട്ടം തന്നെയുണ്ട്. വിവിധ ശൈലിയുള്ള വാഹനങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടിലുമുണ്ട്. ആ സജീവമായ അന്തരീക്ഷത്തിലേക്കാണ് കാറിൽ നിന്നിറങ്ങിയ കഴ്സണും യാനുമയും കൂടെ വരുന്നത്. യാനുമ കഴ്സണോട് പറഞ്ഞു, ഇന്ന് ഇവിടെ ഒരു വൻ ജനക്കൂട്ടമാണല്ലോ. ശരിക്കും എല്ലാവരും ആ സോൾ നറിഷ്മെന്റ് പില്ലിൽ ആകർഷകരായി തോന്നുന്നു. അതേ യാനിമ, ആ പിൽസിന്റെ ഉൽപാദന വിതരണം തോംസൺ ഗ്രൂപ്പിന് കിട്ടുകയാണെങ്കിൽ ഇവിടെ ഈ മിഡിൽ സിറ്റിയിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർ എന്നെ തന്നെ ചുമതലപ്പെടുത്തും. കഴിഞ്ഞ കുറേ ദിവസത്തെ കഴ്സന്റെ തോംസൺ ഗ്രൂപ്പുമായിട്ടുള്ള അടുപ്പം കഴ്സന് ഒരു മൈലേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. തോംസൺ ഗ്രൂപ്പ് അവരുടെ മിഡിൽ സിറ്റിയിലെ ആളായിട്ട് ഏതാണ്ട് കഴ്സനെ പരിഗണിച്ചിരിക്കുകയാണ്. കഴ്സനെ കൊണ്ടാണ് മിഡിൽ സിറ്റിയിലെ തോംസൺ ഗ്രൂപ്പിന്റെ പല കാര്യങ്ങളും ഇപ്പോൾ ഫ്രെഡി ചെയ്യുന്നത്. കഴ്സനും യാനിമയും ആ കൺവെൻഷൻ സെന്ററിന് അകത്തേക്ക് കിടക്കുമ്പോൾ കൺവെൻഷൻ സെന്ററിൽ സാക്ഷാൽ ഫ്രെഡി ഉണ്ട്. ഫ്രെഡിക്കൊപ്പം മിഡിൽ സിറ്റിയിലെ ചില പ്രമുഖരായ ബിസിനസ്സുകാരുമുണ്ട്. അവരൊക്കെ പ്രസിഡന്റ് തോംസണോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്തേക്ക് യാനിമയ്ക്കൊപ്പം നടന്നെത്തിയ കഴ്സനെ കണ്ടതും തോംസൺ കഴ്സനോട് പറഞ്ഞു, ഏയ് കഴ്സൺ, നീ ആൾക്കൂട്ടത്തെ കണ്ടല്ലോ. പ്രസിഡന്റ്, ഞാൻ വന്നപ്പോഴേ അതാ ശ്രദ്ധിച്ചത്. ഈ ആൾക്കൂട്ടത്തെ നമുക്ക് ഉപയോഗിക്കണം. അങ്ങനെ പറഞ്ഞത് തോംസൺ കഴ്സനോട് പറഞ്ഞു, ഇന്ന് ഇവരുടെ മുന്നിൽ വെച്ച് നമ്മൾ ആ ഡോക്ടറെ കയ്യിൽ നിന്ന് മരുന്നുണ്ടാക്കാനുള്ള ആ ഫോർമുല വാങ്ങുമ്പോൾ ഇവരെല്ലാവരും നമ്മളുടെ പാർട്ടായി മാറണം. ബിസിനസ് മോഹവുമായി ആ കൺവെൻഷൻ സെന്ററിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും തോംസൺ ഗ്രൂപ്പിന് കീഴിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെന്നാണ് കഴ്സനോട് ഫ്രെഡി തോംസൺ നിർദ്ദേശിക്കുന്നത്.
കഴ്സന് കഥ മനസ്സിലായി. തോംസൺ ഗ്രൂപ്പിന്റെ ഉടമ ഫ്രെഡിക്ക് കഴ്സനോടുള്ള അടുപ്പം സ്വാഭാവികമായും അവിടെ കൂടി നിൽക്കുന്ന മറ്റു ബിസിനസ്സുകാർക്കും ബോധ്യമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരും കഴ്സനെ സോപ്പിട്ട് തുടങ്ങി. അവിടെ സജീവമായ ആ ചർച്ച നടക്കുമ്പോൾ ആ ചർച്ച നോക്കിക്കൊണ്ട് അല്പം മാറി നിൽക്കുകയാണ് ഗ്രിഗറി ലോപ്പസും അദ്ദേഹത്തിന്റെ മകൻ ഫെലിക്സും. അവരുടെ അടുത്തേക്ക് അധികം ആരും ചെല്ലുന്നില്ല. അവര് രണ്ടുപേരും ഏതാണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അവരോട് ആരും സഹകരിക്കരുതെന്ന് തോംസൺ ഗ്രൂപ്പിന്റെ ഫ്രെഡി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ പബ്ലിക് മീറ്റിംഗിൽ ലോപ്പസ് കുടുംബത്തിന്റെ ഗ്രിഗറി ലോപ്പസിന് അടുത്തേക്കോ അല്ലെങ്കിൽ ഫെലിക്സിന് അടുത്തേക്കോ ആരും ചെല്ലാറില്ല. ആ കാഴ്ച കണ്ട ഫെലിക്സും ഗ്രിഗറിയും നേരത്തെയുള്ള കാഴ്ചകൾ ഓർത്തെടുക്കുകയാണ്. നേരത്തെ മിഡിൽ സിറ്റിയിൽ ഏത് ഫംഗ്ഷൻ നടന്നാലും ആളുകൾ ഗ്രിഗറിയെയും അതുപോലെ ഫെലിക്സിനെയും സന്തോഷിപ്പിക്കാനായി അവരുടെ അടുത്തേക്ക് വരും. അവരെ വിഷ് ചെയ്യാത്ത ആരുമില്ല. പക്ഷെ ഇപ്പോൾ കഥ ആകെ മാറുകയാണ്. ഒരു ദിവസം നേരം വെളുത്തപ്പോൾ കഥ മാറി എന്ന് പറയും പോലെയായി. അവർ രണ്ടുപേരും ഇപ്പോൾ ഉള്ളുകൊണ്ട് ചിരിക്കുന്നത് മറ്റൊരു കാര്യത്തിലാണ്. അവർക്കറിയാം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും തന്നെ സോൾ നറിഷ്മെന്റ് പില്ലിന്റെ ഉപജ്ഞാതാവ് മാർക്കാണെന്ന് അറിയില്ല. മാർക്കും തോംസൺ കുടുംബവും തമ്മിലുള്ള ഉടക്കിനെ കുറിച്ച് വ്യക്തമായി അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അടുത്ത ഏതാനും നിമിഷങ്ങളിൽ അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഫെലിക്സിന്റെയും അതുപോലെ ഗ്രിഗറിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുകയാണ്. ഇതേ സമയത്ത് സകലരും തോംസൺ ഗ്രൂപ്പ് ആയിരിക്കും ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നേടുക എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ആ സമയത്താണ് യാനിമ ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് അങ്ങോട്ട് നടന്നു വരുന്ന മാർക്ക് ഫെല്ലറെ കാണുന്നത്. മാർക്ക് ഫെല്ലർക്കൊപ്പം ഒരു വെളുത്ത തലമുടിക്കാരനുമുണ്ട്. ആ വെളുത്ത തലമുടിക്കാരനെ അവൾക്കറിയാം. നേരത്തെ തോംസൺ ഗ്രൂപ്പിന്റെ ഷോൺ തോംസണൊപ്പം അവൾ കണ്ട അതേ വെളുത്ത തലമുടിക്കാരൻ ഇപ്പൊ ഇതാ മാർക്കിനൊപ്പം നടക്കുകയാണ്. അവൾ ഉടൻ ആ കാഴ്ച കഴ്സനെ വിളിച്ച് കാണിച്ചു. കഴ്സൺ അത് കണ്ടതും യാനിമയുമായി നേരെ മാർക്കിനടുത്തെത്തി. മാർക്ക്, നീ എന്താ ഇവിടെ? കഴ്സൺ, നീ എന്തിനാ വന്നിരിക്കുന്നത്? അതിന് തന്നെയാണ് ഞാൻ വന്നത്. മാർക്ക്, ഞാൻ ഈ സോൾ നറിഷ്മെന്റ് പില്ലുമായി ബന്ധപ്പെട്ട ബിസിനസ്സുമായി ബന്ധപ്പെട്ട അവിടെ വന്നത്. ഞാനും അതേ ബിസിനസ്സിനാണ് വന്നത്. മാർക്ക്, നീ എന്താ ഈ പറയുന്നത്? നിനക്ക് ബിസിനസ്സോ? അങ്ങനെ കഴ്സൺ ചോദിച്ചതും യാനും ഒന്ന് ചിരിച്ചു. കഴ്സൺ, ഇവൻ ആള് തമാശക്കാരനാണ്, അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറയുന്നത്. യാനിമ മാർക്കിനെ ഏതാണ്ട് കളിയാക്കി അങ്ങനെ പറഞ്ഞപ്പോ മാർക്ക് അവർ രണ്ടുപേരും ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ ഹാളിനകത്തേക്ക് നടന്നു. മാർക്ക് ഫെല്ലർ ഹാളിനകത്തേക്ക് കടന്നത് ഇപ്പോ സാക്ഷൽ തോംസണും കണ്ടു. മാർക്ക് തോംസൺ നിൽക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 10-20 അടി മാറി മറ്റൊരു ഭാഗത്ത് ആ നീലുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച കണ്ടതും തോംസൺ അടുത്ത് നിൽക്കുന്ന ആളുകളും നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ ഒരു സുമുഖൻ നടന്ന് മാർക്കിന്റെ അടുത്തെത്തി. അയാൾ സ്വയം പരിചയപ്പെടുത്തി. മിസ്റ്റർ മാർക്ക്, ഞാൻ ബിന്നി തോമസ്. ഹലോ ബിന്നി. മിസ്റ്റർ മാർക്ക്, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? ബിന്നി, നമ്മൾ തമ്മിൽ ഒരു പരിചയവുമില്ല. എന്നിട്ടും എന്തേ ഈ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? അല്ല, ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ലക്ഷ്യമിട്ട് വന്നതാണ്. പിന്നെ ചിലരൊക്കെ സോൾ നറിഷ്മെന്റ് പില്ല് കഴിച്ചിട്ട് വന്നവരാണ്. ആ ഡോക്ടറെ കണ്ട് അഭിനന്ദനം പറയാനാണ് അവരെത്തിയിരിക്കുന്നത്. അല്ല, അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ ചോദിച്ചു എന്നുള്ളൂ. മിസ്റ്റർ ബെന്നി, നിങ്ങൾ ആരാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ എന്തിനു വന്നുവെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യം ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. മിസ്റ്റർ മാർക്ക്, എനിക്ക് അറിയാം നിങ്ങളെ ബ്ലാക്ക് കുടുംബത്തിലെ എമിലി സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. ഒരു പെണ്ണിന്റെ സപ്പോർട്ടിൽ ജീവിക്കാൻ നാണമൊന്നുമില്ല മനുഷ്യ നിങ്ങൾക്ക്? അവൻ മാർക്കിനടുത്തേക്ക് എത്തിയതിന്റെ ഉദ്ദേശം അപ്പോഴാണ് പതുക്കെ പുറത്തു വരുന്നത്. മിസ്റ്റർ ബെന്നി, ഈ വിഷയം നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമില്ല. മിസ് എമിലി ബ്ലാക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഇല്ല എന്നുള്ളതും നിങ്ങളുടെ വിഷയമല്ലല്ലോ. എന്റെ വിഷയമൊന്നുമല്ല. എന്തായാലും നട്ടലുള്ള ഒരാണും ഒരു പെണ്ണിന്റെ സപ്പോർട്ടിൽ ജീവിക്കാൻ തയ്യാറാകത്തില്ല. ശരിക്കും നിങ്ങളെപ്പോലുള്ള ഒരാള് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കാണുമ്പോൾ എനിക്ക് ശരിക്കും ലജ്ജ തോന്നുകയാണ്. അങ്ങനെ ആ ബെന്നി തോമസ് പറഞ്ഞതും അയാളുടെ അടുത്തേക്ക് നടന്നെത്തിയ ചില ആളുകളും അതേ വാചകം പറഞ്ഞു തുടങ്ങി. അതെ, ഇവനെപ്പോലും നട്ടലില്ലാത്ത ആളുകൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് നമ്മുടെയൊക്കെ വില പോലും കളയും. രണ്ടാമത് വന്നവനും ആ ഡയലോഗ് പറഞ്ഞതും പതുക്കെ ആ ഡയലോഗിന്റെ എണ്ണം അങ്ങനെ കൂടി വരികയാണ്. ആളുകൾ മാർക്കിനെ ഏതാണ്ട് കളിയാക്കി തുടങ്ങുകയാണ്. മാർക്കിന് ചുറ്റും കൂടിയ ആളുകൾ ഒന്നൊന്നായി മാർക്കിനെ കളിയാക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ഫ്രെഡി തോംസണും വന്നു. ഫ്രെഡി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. നീയും സോൾ നറിഷ്മെന്റ് പില്ലുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ മാർക്ക്, അതൊന്നും നടക്കില്ല. ഞാൻ തോംസൺ ഗ്രൂപ്പിന് വേണ്ടി
ആ കരാറങ്ങ് ഏറ്റെടുക്കാൻ പോവുകയാണ്. സോൾ നറിഷ്മെന്റ് പില്ലിന്റെ ഫോർമുല ഞാനിങ്ങ് വാങ്ങിക്കും. ആ ഫോർമുല വാങ്ങുന്നു മാത്രമല്ല, അതിന്റെ ഉൽപാദനവും വിതരണവും ഒക്കെ ഞാനായിരിക്കും നടത്തുക. നിനക്ക് ഒരു കാരണവശാലും ഒരു തരത്തിലും ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നൽകത്തില്ല. തോംസൺ ഏതാണ്ട് തീരുമാനിച്ചുറച്ചാണ് ആ കാര്യം അങ്ങനെ പറഞ്ഞത്. തോംസൺ പറഞ്ഞത് കേട്ടപ്പോൾ മാർക്ക് ഒന്ന് പുഞ്ചിരിച്ചു. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അങ്ങനെ മാർക്ക് പറയുമ്പോഴേക്കും ആ സ്റ്റേജിന്റെ പുറകിൽ നിന്ന് സ്റ്റേജിനകത്തേക്ക് സാക്ഷാൽ സാം ഫ്രാങ്ക് എത്തി. സാം ഫ്രാങ്ക് ആണല്ലോ സോൾ നറിഷ്മെന്റ് പില്ലിന്റെ മൊത്ത വിതരണം നടത്തുന്നത്. സ്റ്റേജിൽ സാം ഫ്രാങ്കിനെ കണ്ടതും എല്ലാവരുടെ ശ്രദ്ധ സ്റ്റേജിലേക്ക് തിരിഞ്ഞു. സാം ഫ്രാങ്ക് എല്ലാവരെയും കണ്ടതും ഒന്ന് ചിരിച്ചു, കൈവീശി. അത് കണ്ടതും ഉറക്കെ ആരോ വിളിച്ചു പറഞ്ഞു, ഏയ് സാം, നിന്റെ ചിരിയും കളി കാണാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. എവിടെയാ ഡോക്ടർ? ഡോക്ടറെ വിളിക്കേ. അങ്ങനെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് സാക്ഷാൽ ബെന്നി തോമസ് ആണ്. ബെന്നി തോമസ് അങ്ങനെ പറഞ്ഞത് കേട്ടതും സാം ബെന്നി നോക്കി അയാളോട് പറഞ്ഞു, ഏയ് വാടച്ചു വിളിക്കേ, ഇവിടെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ബെന്നി തോമസ് തോംസൺ ഗ്രൂപ്പിന്റെ സാക്ഷാൽ ഫ്രെഡി തോംസന്റെ അടുത്ത് നിന്നാണ് അങ്ങനെ വിളിച്ചു പറഞ്ഞത്. ആ കാര്യം അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ആ നിമിഷത്തിലാണ് അത് മൈൻഡ് ചെയ്യാതെ സ്റ്റേജിൽ നിന്ന് സാം ഫ്രാങ്ക് അങ്ങനെ വിളിച്ചു പറഞ്ഞത്. സാമിന്റെ ആ പറച്ചിലിൽ എന്തോ ഒരു അസ്വാഭാവികത ചിലർക്കൊക്കെ ഫീൽ ചെയ്തു. അങ്ങനെ ഫീൽ ചെയ്തു തോംസൺ മനസ്സിലായതും തോംസൺ സാമിനോട് പറഞ്ഞു, സാം, നീ എന്താ ആളെ കബളിപ്പിക്കുകയാണ്? വിളിക്കണ ഡോക്ടറെ. ഏയ് തോംസൺ, അധികം വാചകമൊന്നും വേണ്ട. പെട്ടെന്ന് സാം അങ്ങനെയാണ് മറുപടി പറഞ്ഞത്. തോംസൺ ഗ്രൂപ്പിന്റെ ഉടമയായ ഫ്രെഡി തോംസന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ആരെങ്കിലും അങ്ങനെ സംസാരിക്കുമെന്ന് ആരും സ്വപ്നം പോലും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇതാ ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് സാം ഫ്രാങ്ക് പബ്ലിക്കായി തോംസനോട് അങ്ങനെ പറഞ്ഞത്. പെട്ടെന്നുള്ള സാം ഫ്രാങ്കിന്റെ ആ പ്രതികരണം തോംസനെയും ഒന്ന് ഉലച്ചു എന്ന് തന്നെ പറയാം. തോംസൺ അമ്പരപ്പോടെ സാം ഫ്രാങ്കിനെ നോക്കുന്ന കണ്ടതും സാം ഫ്രാങ്ക് ഉറക്കെ വിളിച്ചു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ, പ്ലീസ് കം. മാർക്ക് ഫെല്ലറെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് സാക്ഷാൽ സാം ഫ്രാങ്ക്. മാർക്ക് ഫെല്ലർ എന്നുള്ള പേര് സാം ഫ്രാങ്ക് പറഞ്ഞത് കേട്ടതും ആൾക്കൂട്ടം ലേശം അമ്പരപ്പോടുകൂടി മാർക്കിനെ തന്നെ നോക്കുകയാണ്. അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഇപ്പോൾ മാർക്കിനെ അറിയാം. സാക്ഷാൽ ബ്ലാക്ക് കുടുംബത്തിന് എമിലി ബ്ലാക്ക് മാർക്കിനെ പ്രൊമോട്ട് ചെയ്ത് സംസാരിച്ച വീഡിയോ അവരെല്ലാവരും കണ്ടതാണ്. അവരിൽ ചിലരെങ്കിലും ബ്ലാക്ക് കുടുംബം നടത്തിയ ആ മീറ്റിംഗിൽ പങ്കെടുത്തവരുമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാർക്കിന്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ മാർക്കിലേക്കായി. എല്ലാവരെയും നോക്കിയിട്ട് മാർക്ക് സ്റ്റേജിലേക്ക് നടക്കുകയാണ്. അത് കണ്ടതും ഫ്രെഡി ഉറക്കെ സാമിനോട് പറഞ്ഞു, ഏയ് സാം, ഞാൻ നിന്നോട് പറഞ്ഞതാണ് തരികിട പരിപാടികൾ കാണിക്കരുതെന്ന്. എവിടെ? വിളിക്കാം ഡോക്ടറെ. അത് കേട്ടതും സാം തോംസനോട് പറഞ്ഞു, അതെ, ഞാൻ ആ ഡോക്ടറെയാണ് സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ സാം പറയുമ്പോഴേക്കും മാർക്ക് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. സാം പറഞ്ഞ മറുപടിയുടെ അർത്ഥം ശരിക്കും മനസ്സിലാകാതെ ഏതാണ്ട് അമ്പരപ്പോടെ നിൽക്കുന്ന ആ ആൾക്കൂട്ടം നോക്കി മാർക്ക് അവരോട് പറഞ്ഞു, അതെ, സാം പറഞ്ഞത് ശരിയാണ്. ഞാൻ തന്നെയാണ് ഈ സോൾ നറിഷ്മെന്റ് പില്ല് ഉണ്ടാക്കിയ ആ ഡോക്ടർ. മാർക്ക് ഫെല്ലർ അത് പറഞ്ഞതും യാനിമയുടെ വായിന്ന് അറിയാതെ ഒരു പൊട്ടിച്ചിരി പുറത്തേക്ക് വരികയാണ്. ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചു പോയത്. ശരിക്കും അവളുടെ വീട്ടിലെ അടുക്കള ജോലിക്കാരനായി മാത്രം കഴിഞ്ഞിരുന്ന അവളുടെ ഭർത്താവാണ് സാക്ഷാൽ മാർക്ക് ഫെല്ലർ. ആ മാർക്ക് ഫെല്ലർ ഇതാ സ്വയം പറയുകയാണ് അയാളൊരു ഡോക്ടറാണെന്ന്. എങ്ങനെ യാനിമ ചിരിക്കാതിരിക്കും? യാനിമയുടെ ആ ചിരി സ്വാഭാവികമായിട്ടും ഒരു വല്ലാത്തൊരു റിഫ്ലക്ഷൻ ഉണ്ടാക്കുകയാണ്. ആ ചിരി ആ ആൾക്കൂട്ടം അങ്ങ് ഏറ്റുപിടിച്ചു. ശരിക്കും അടുത്ത ഏതാനും നിമിഷങ്ങൾ നമ്മൾ കേൾക്കുന്നത് പൊട്ടിച്ചിരിയുടെ ഒരു ബഹളമാണ്. സകലരും തലയറിഞ്ഞ് ചിരിക്കുകയാണ്. ചിരിക്കാതെ നിൽക്കുന്ന രണ്ടു പേർ സാക്ഷാൽ ഫെലിക്സും പിന്നെ അവന്റെ പിതാവ് ഗ്രിഗറിയുമാണ്. അവർക്ക് കഥ അറിയാം. ഈ നിമിഷത്തിൽ സ്റ്റേജിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. സ്റ്റേജിലേക്ക് സാക്ഷാൽ നീൽ ഫെലിക്സ് കയറി വന്നു. നീൽ ഫെലിക്സിന്റെ കയ്യിൽ ഒരു വലിയ ചാക്കുണ്ട്. നീൽ ഫെലിക്സ് അവിടെ ഒരു ഷീറ്റ് ആ സ്റ്റേജിൽ വിരിച്ചതിന് ശേഷം ആ ചാക്ക് ഒന്ന് നിവർത്തി. പെട്ടെന്ന് ആ ചാക്കിനകത്ത് നിന്ന് ഗുളികകൾ താഴേക്ക് വീണു തുടങ്ങി. ആയിരക്കണക്കിന് സോൾ നറിഷ്മെന്റ് പില്ലുകളുടെ ഒരു കൂമ്പാരം ആ ഷീറ്റിന് മുകളിലുണ്ടായി. ആ സോൾ നറിഷ്മെന്റ് പില്ല് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഓഡിയൻസിന്റെ ഇടയിലുണ്ട്. ആ സോൾ നറിഷ്മെന്റ് പില്ല് ഇപ്പോഴും കയ്യിൽ സൂക്ഷിക്കുന്ന ആളുകളും ആ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ അമ്പരപ്പോടെ ആ സ്റ്റേജിൽ കാണുന്ന സോൾ നറിഷ്മെന്റ് പില്ലിലേക്കും അതിനടുത്ത് നിൽക്കുന്ന മാർക്ക് ഫെല്ലറെയും മാറി മാറി നോക്കുമ്പോൾ ഫ്രെഡി തോംസൺ ഉറക്കെ പറഞ്ഞു, ഹേയ് മാർക്ക്, നീ എന്താ ആളുകളെ കബളിപ്പിക്കാനായി കുറെ ഡ്യൂപ്ലിക്കേറ്റ് മരുന്നുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്?
സോൾ നറിഷ്മെന്റ് പില്ലാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിപ്പ് സാധനവുമായി ഇവിടെ വരാൻ നിനക്ക് ധൈര്യം ഉണ്ടായാലോ, നിന്നെ സമ്മതിക്കുന്നു. അങ്ങനെ തോംസൺ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അയാൾക്കൊപ്പമുള്ള ആളുകൾക്കും ഒരു ആശ്വാസമായി. അതെ, മാർക്ക് ഫെല്ലർ ഒരു തട്ടിപ്പുകാരനാണ്. അങ്ങനെ അവർ പരസ്പരം പറയുന്ന സമയത്ത് ഒരു പ്രായമുള്ള മനുഷ്യൻ പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറി. സ്റ്റേജിലേക്ക് കയറുന്ന മനുഷ്യനെ മിക്കവാറും എല്ലാവർക്കും അറിയാം. അത് ഡോക്ടർ ഫ്രെഡറിക് യാങ് ആണ്. ഫ്രെഡറിക് യാങ് മിഡിൽ സിറ്റിയിലെ എല്ലാവരും അറിയുന്ന ഡോക്ടറാണ്. ശരിക്കും പാരമ്പര്യ വൈദ്യത്തിൽ അഗ്രഗണ്യനാണ് ആ വ്യക്തി. അയാൾ അതിവേഗം ആ സോൾ നറിഷ്മെന്റ് പില്ല് കിടക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ട് അതിൽ ഒരു ഗുളിക കയ്യിലെടുത്തു. ആ ഗുളിക കയ്യിലേക്ക് എടുത്ത അയാൾ ആ ഗുളിക ഒന്ന് മണപ്പിച്ച് നോക്കുകയാണ്. എന്നിട്ട് അതിനെ തിരിച്ചു മറിച്ച് നോക്കുകയാണ്. തിരിച്ചു മറിച്ച് നോക്കുന്ന ഡോക്ടർ ഫ്രെഡറിക് യാങ്ങിന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു അതിശയവും വല്ലാത്തൊരു അമ്പരപ്പൂക്കുകയുണ്ട്. അയാൾ ഉറക്കെ എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഡോക്ടർ ഫ്രെഡറിക് യാങ് ഇതാ നിങ്ങളോട് ആ സത്യം പറയുകയാണ്. ഇത് സോൾ നറിഷ്മെന്റ് പില്ലാണ്. സോൾ നറിഷ്മെന്റ് പില്ല് പോലുള്ള ഒരു ഗുളിക ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഡോക്ടർ ഫ്രെഡറിക് യാങ് ഒരു ഡോക്ടർ മാത്രമല്ല, അയാൾ ഒരു ആൽക്കമിസ്റ്റ് കൂടിയാണ്. മരുന്നുകൾ ഉണ്ടാക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ് യാങ്. യാങ് എത്രയോ വർഷങ്ങളായി സോൾ നറിഷ്മെന്റ് പില്ല് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇതുവരെയും അയാൾക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല. വിജയിക്കാൻ പറ്റാത്തതിന്റെ കാരണം അതിന്റെ ഫോർമുല അയാളുടെ കയ്യിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ യാങ്ങിന് ആ ഗുളിക കണ്ടപ്പോൾ ശരിക്കും അമ്പരപ്പും അതിശയവും സന്തോഷമൊക്കെ തോന്നുകയാണ്. പെട്ടെന്ന് സകലരെ അമ്പരപ്പിച്ചുകൊണ്ട് ഡോക്ടർ ഫ്രെഡറിക് യാങ് മാർക്കിന് നേരെ നടക്കുകയാണ്. മാർക്കിന് മുന്നിലെത്തിയ ഫ്രെഡറിക് മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, നിങ്ങളെ ഞാൻ വണങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കിന്റെ മുന്നിൽ ഫ്രെഡറിക് തല ഉരിക്കാൻ പോയതും മാർക്ക് പെട്ടെന്ന് ഫ്രെഡറിക്കിനെ പിടിച്ചു. ഏയ് ഡോക്ടർ എന്തായി ചെയ്യുന്നത്? ഏയ് മാർക്ക്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇതുപോലെ നന്നായി ഉണ്ടാക്കപ്പെട്ട ഒരു മരുന്നും കണ്ടിട്ടില്ല. ഈ മരുന്ന് ഉണ്ടാക്കാൻ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചതാണ്. എനിക്ക് പറ്റാത്ത ഈ കാര്യം ചെയ്ത നിങ്ങളെ ഞാൻ എൻ്റെ ഗുരുവായി ആരാധിക്കുകയാണ്. ഹേയ് ഡോക്ടർ, അങ്ങനെ ഒന്നും പറയരുത്. ഇതൊക്കെ ഭാഗ്യം കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ലേ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എൻ്റെ കയ്യിലുള്ള ഒരു അറിവ് ഞാൻ ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രം. ഡോക്ടർ എന്നെക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന ജീനിയസ് അല്ലേ. അങ്ങേപോലെ ഒരാള് ഒരിക്കലും ഈ വാചകം പറയരുത്. മാർക്ക് ഫെല്ലർ അങ്ങനെ അയാളുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഡോക്ടർ യാങ്ങിന് ഒരു വല്ലാത്ത സന്തോഷം. ശരിക്കും ഒരു നല്ല മനസ്സിന്റെ ഉടമയ്ക്ക് മാത്രമേ ആ ശരി സംസാരിക്കാൻ പറ്റൂ. യാങ് തിരിഞ്ഞ ഓഡിയൻസിനോടായി ഒരിക്കൽ കൂടി പറഞ്ഞു, നോക്ക്, ഒരാളും ഇനി സംശയിക്കേണ്ട, ഇത് സോൾ നറിഷ്മെന്റ് പില്ല് തന്നെയാണ്. ഇതിന്റെ സൃഷ്ടാവ് മാർക്ക് ഫെല്ലർ സത്യത്തിൽ നമ്മുടെയൊക്കെ ഒരു അഭിമാനമാണ്. ആ ആൾക്കൂട്ടം മുഴുവൻ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കേ മാർക്ക് ഫെല്ലറെ കുറിച്ച് വല്ലാതെ പുകഴ്ത്തി ഡോക്ടർ ഫ്രെഡറിക് യാങ് പറഞ്ഞപ്പോൾ ശരിക്കും മുഖം ഏതാണ്ട് കരിഞ്ഞു പോയിരിക്കുന്നത് ഫ്രെഡി തോംസന്റെയാണ്. അയാൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് അവിടെ ഓടി വന്നത്. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ ഇതാ അസ്തമിച്ചിരിക്കുകയാണ്. ആ പ്രതീക്ഷ അസ്തമിച്ച അതേ നിമിഷം തന്നെ ബിസിനസ്സുകാരനായ തോംസൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ വേണമെങ്കിൽ ഈ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾ സഹായിക്കാം. എന്റെ ഫാക്ടറി ഈ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമാണ്. അത് കേട്ടതും മാർക്ക് തോംസണോട് പറഞ്ഞു, മിസ്റ്റർ തോംസൺ, അത് വേണ്ട. ഈ മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് പെട്ടെന്ന് ആ ആൾക്കൂട്ടത്തോടായി പറഞ്ഞു, നോക്ക്, നിങ്ങൾക്ക് ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി നൽകാൻ പോവുകയാണ്. ഈ സോൾ നറിഷ്മെന്റ് പില്ലിന്റെ വിതരണത്തിന് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിറ്റ് കിട്ടുന്ന പണത്തിന്റെ 90% നിങ്ങൾക്ക് എടുക്കാം. ഇതിന്റെ ഉൽപാദന ചെലവിലേക്ക് വേണ്ടി നിങ്ങൾ ആകെ 10% മാത്രം എനിക്ക് നൽകിയാൽ മതി. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ഓഫറാണ് ഇവിടെ ഇതാ മാർക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. $100 വിൽക്കുന്ന ആ ഗുളിയിൽ നിന്ന് വെറും $10 മാത്രമേ മാർക്ക് ആഗ്രഹിക്കുന്നുള്ളൂ. സങ്കല്പിക്കാനാവാത്ത ഒരു ഓഫർ മാർക്ക് വെച്ചത് കേട്ടതും ആ ആൾക്കൂട്ടം വല്ലാത്ത ആവശ്യത്തിലായി. അത് കണ്ടതും മാർക്ക് അവരോട് പറഞ്ഞു, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഈ സോൾ നറിഷ്മെന്റ് പില്ല് വിൽക്കാനായി എനിക്കൊപ്പം സഹകരിക്കുന്ന ആരും പിന്നീട് ഈ തോംസൺ ഗ്രൂപ്പുമായി സഹകരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇപ്പോ തീരുമാനമെടുക്കാം, നിങ്ങൾ സോൾ നറിഷ്മെന്റ് പില്ലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അതോ തോംസൺ ഗ്രൂപ്പിനൊപ്പം നിൽക്കുന്നു എന്ന്. ശരിക്കും ആ ആൾക്കൂട്ടം വല്ലാത്തൊരു വെട്ടിലായതുപോലെയായി. തോംസൺ ഗ്രൂപ്പ് ശക്തമാണ്. ആ പ്രോവിൻസ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് തോംസൺ ഗ്രൂപ്പ്. പക്ഷെ ഇപ്പൊ ഇതാ അവരുടെ മുന്നിലേക്ക് ഒരു വല്ലാത്ത നിധിയാണ് ഒഴുകി വന്നിരിക്കുന്നത്. സോൾ നറിഷ്മെന്റ് പില്ലിന്റെ വിതരണത്തിന് അനുവാദം കിട്ടിയാൽ അവർക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. $100 $1,00,000 $1 മില്യൺ വിൽക്കാൻ കഴിയുന്ന ആ മരുന്ന് വിൽക്കുമ്പോൾ വെറും $10 മാത്രം ഉടമയായ മാർക്കിന് കൊടുത്താൽ മതി.
ഇതിനേക്കാൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് വേറെ ലഭിക്കാനില്ല. തോംസനൊപ്പം ഒട്ടുനിന്നിരുന്ന പലരും പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് പതുക്കെ പതുക്കെ സൈഡിലോട്ട് മാറി തുടങ്ങിയത്. ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന ആ കാഴ്ച തോംസനും 1-2 ആളുകൾ മാത്രം ഒരു പോയിന്റിൽ നിൽക്കുന്നതാണ്. ബാക്കി ആളുകളൊക്കെ അവർ പോലും അറിയാതെ ഒരു ഡിസ്റ്റൻസ് തോംസൺ ഇട്ടിരിക്കുകയാണ്. തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് ആ നിമിഷത്തിൽ തോംസൺ മനസ്സിലായി. തോംസൺ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒന്നും അവസാനിക്കുന്നില്ല. ശരിക്കും ഒരു ഭീഷണിയുടെ സ്വരം ആ ശബ്ദത്തിലുണ്ട്. അത് കേട്ടതും മാർക്ക് തോംസണോട് പറഞ്ഞു, അതെ തോംസൺ, നീ അവസാനിക്കും വരെ ഒന്നും അവസാനിക്കില്ല. ശരിക്കും തോംസൺ ഗ്രൂപ്പിനെ അവസാനിപ്പിക്കാൻ താൻ തീരുമാനിച്ചുറച്ചുവെന്ന് മാർക്ക് ഫെല്ലർ വ്യക്തമാക്കുന്നത് ആ ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ചാണ്. തോംസൺ അത് കേട്ടതും ഒന്നും മിണ്ടാതെ അതിവേഗം പുറത്തേക്ക് നീങ്ങി. പുറത്തേക്ക് നീങ്ങുന്ന തോംസനെ നോക്കിയിട്ട് ബെന്നി തോമസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സോറി, നേരത്തെ ഞാൻ തമാശയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. ബെന്നി, നിന്റെ തമാശ എന്തായാലും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാനൊരു തമാശ കാണിക്കാൻ പോവുകയാണ്. സാം ആ തമാശ അയാളുടെ അടുത്ത് കാണിച്ച്. അങ്ങനെ സാമിനോട് മാർക്ക് പറഞ്ഞതും സാം ഒന്ന് കൈകൊട്ടി. ഉടൻ അയാളുടെ ടീം അംഗങ്ങൾ അകത്തേക്ക് കയറി വന്നു. അവരോടായി സാം പറഞ്ഞു, അവനെടുത്ത് ആ റോഡിന് പുറത്തേക്ക് എറി. അതാണ് നമ്മുടെ തമാശ. ശരിക്കും സാം അങ്ങനെ പറഞ്ഞതും ആ ബോഡി ഗാർഡുകൾ ബെന്നി തോമസിനെ പൊക്കി എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു തുടങ്ങി. ബെന്നിയും കൊണ്ട് ബോഡി ഗാർഡുകൾ പുറത്തേക്ക് പോകണം കണ്ടതും മാർക്ക് സാമിനോട് പറഞ്ഞു, സാം, വന്ന ആളുകളേക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഓരോരുത്തർക്കും ഓരോ പ്ലേസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ യാങ്ങിനോടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ ഫെഡറിക് യാങ്ങിനെയും കൊണ്ട് മാർക്ക് ആ കൺവെൻഷൻ സെന്ററിന്റെ പുറകിലുള്ള റൂമിലേക്ക് നീങ്ങി. അവിടെ എത്തിയ മാർക്ക് ഫെഡറിക്കിന്റെ കയ്യിലേക്ക് ഒരു പേപ്പർ വെച്ചു. ആ പേപ്പറിലേക്ക് നോക്കിയ ഫെഡറിക് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. സോൾ നറിഷ്മെന്റ് പില്ലിന്റെ ഫോർമുലയും ഇൻഗ്രീഡിയൻസും അതിന്റെ നിർമ്മാണം എങ്ങനെയെന്നൊക്കെ വളരെ വിശദമായി ആ പേപ്പറിൽ എഴുതിയിരിക്കുകയാണ്. മാർക്ക് അതും തയ്യാറാക്കിക്കൊണ്ടാണ് അവിടെ വന്നത്. ഹേയ് മാർക്ക്, എന്താ ഇത്? ഡോക്ടർ ഫെഡറിക്, ഇത് അങ്ങയുടെ കയ്യിൽ ഇരിക്കട്ടെ. അങ്ങ് ശരിക്കും ആഗ്രഹിച്ചതല്ലേ ഇതിന്റെ ഫോർമുല? ആ പേപ്പറിലേക്കും മാർക്കിനെയും മാറി മാറി നോക്കിയ ഫെഡറിക് പെട്ടെന്ന് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, വേണമെങ്കിൽ ഞാൻ മാർക്കിന് ആവശ്യമായ സോൾ നറിഷ്മെന്റ് പില്ല് ഈ ഫോർമുല ഉപയോഗിച്ച് ഉണ്ടാക്കിത്തരാം. എനിക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ശരിക്കും ആ സോൾ നറിഷ്മെന്റ് പില്ല് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മാർക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഡോക്ടർ ഫെഡറിക് യാങ് തന്നെ അക്കാര്യം ചെയ്യാമെന്ന് മാർക്കിനോട് പറയുന്നത്. അത് കേട്ടതും മാർക്ക് സന്തോഷത്തോടെ യാങ്ങിനോട് പറഞ്ഞു, ഡോക്ടർ ഫെഡറിക്, അങ്ങനെയെങ്കിൽ ആ ഡീല് ഇതാ ഉറപ്പിക്കുന്നു. ഇനി മുതൽ സോൾ നറിഷ്മെന്റ് പില്ലിന്റെ ഉൽപാദനം പൂർണ്ണമായും അങ്ങിൽ നിക്ഷിപ്തമായിരിക്കും. ശരിക്കും ഡോക്ടർ ഫെഡറിക് യാങ്ങിന്റെ ഒരു സ്വപ്നം ഇതാ യാഥാർത്ഥ്യമാവുകയാണ്. മാർക്കറ്റ് കീഴടക്കുന്ന ഒരു മരുന്ന് ഉൽപ്പാദിപ്പിക്കണമെന്നുള്ളത് യാങ്ങിന്റെ ഒരു സ്വപ്നമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം ഏതാണ്ട് ഒഴിഞ്ഞു വെച്ച് തന്നെ അത്തരത്തിലുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കാനായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത്ര ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ യാങ്ങിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതാ മാർക്ക് വഴി അത്തരം ഒരു മരുന്നിന്റെ ഉൽപാദനത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ ഡോക്ടർ ഫെഡറിക് യാങ്ങിന് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ സംഭവം അവിടെ അങ്ങനെ നടക്കുമ്പോൾ ബ്ലാക്ക് കുടുംബത്തിൽ എമിലി ബ്ലാക്ക് അവളുടെ സെക്രട്ടറിയോട് സംസാരിക്കുകയാണ്. ഇന്നു മുതൽ എൻ്റെ സെക്യൂരിറ്റി ഗാർഡുകളെ മാർക്കിന് വിട്ടുകൊടുക്കണം. മാർക്ക് പോലും അറിയാതെ മാർക്കിനെ സെക്യൂരിറ്റി ഗാർഡുകൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യണം. മിസ് എമിലി, എന്തായി പറയുന്നത്? നിങ്ങളുടെ സംരക്ഷണത്തിനായി ബ്ലാക്ക് കുടുംബം അയച്ചിരിക്കുന്ന ആ സെക്യൂരിറ്റി ഗാർഡുകളെ പിൻവലിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഹേയ്, എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വരാനാ? ഞാൻ ബ്ലാക്ക് കുടുംബത്തിലെ എമിലി ബ്ലാക്ക് ആണ്. എന്നെ തൊടാൻ ആരും ഒന്ന് മടിക്കും. പക്ഷേ മാർക്കിന്റെ കാര്യം അതല്ല. മാർക്കിന് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുക തന്നെ വേണം. എമിലി ബ്ലാക്ക് അങ്ങനെ തീർത്തു പറഞ്ഞതും സെക്രട്ടറി ആ നിമിഷം തന്നെ എമിലിക്കൊപ്പമുള്ള സെക്യൂരിറ്റി ഗാർഡുകൾക്ക് നിർദ്ദേശം കൊടുത്തു.